മുമ്പ് എന്താ എഴുതിയിരിക്കുന്നത്? 2 സർക്കിളിനുള്ളിലാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ജീവിതം 2 സർക്കിളിനുള്ളിൽ വട്ടം കറങ്ങി നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കിൾ ഏതാണെന്ന് പറയാമോ? ജനനം മരണം. ജനനം മരണമെന്ന് പറഞ്ഞു. വേറെ സർക്കിള് അതൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച സർക്കിൾ അതല്ല. സൺഡേ മൺഡേ സർക്കിളാണ് അല്ലേ? സൺഡേ മൺഡേ ഈ സർക്കിളിനുള്ളിൽ ജീവിതം വട്ടം കറങ്ങി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ? ഈ സൺഡേ കഴിഞ്ഞിട്ട് ഈ മൺഡേയിലേക്ക് എത്തുമ്പോൾ ഈ സൺഡേ കഴിഞ്ഞിട്ട് സൺഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അറിയോ, ഞാൻ ജോലി ചെയ്തിട്ട് ശനിയാഴ്ച നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്താ? സൺഡേ ഫ്രീ ആണ് അല്ലേ? സൺഡേ ഫ്രീ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസ് ആണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സമയം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിരിക്കും, നമ്മൾ പോകും അല്ലേ, വീട്ടിലിരിക്കാം. പക്ഷെ മൺഡേ രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കടക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് മൺഡേ രാവിലെ പോകും. ഒരു ദിവസം കൂടെ ഇത് സാറേ ഇതൊക്കെ ഈ സൺഡേ മൺഡേ ഈ റൗണ്ട് കണ്ടുപിടിച്ചവരെയാണ് എന്റെ മുമ്പിൽ കിട്ടിയത്. കാരണം ഞാൻ വിചാരിച്ചത് ഇതിനിടയ്ക്ക് ഇവിടെ ഒരു സൺഡേ കൂടെ വെച്ചുകൂടായിരുന്നു. 2 സൺഡേ എത്ര ഹാപ്പി ആയിരുന്നു നമ്മൾ അല്ലേ? അങ്ങനെ രസമല്ലായിരുന്നു. എന്നാലും ഇവിടെ നമ്മൾ പോയി മൺഡേന്ന് പോയില്ല, ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് രസമാണ്, ഹാപ്പിയാണ്. ഇവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ ഹാപ്പിയാണ്. ഇവിടെ കണ്ട കയ്യൊക്കെ പൊക്കി പിടിച്ചിട്ടായിരുന്നു രാത്രി പിടിച്ചുകൊണ്ട് ശനിയാഴ്ച ഇറങ്ങുന്നത്. സൺഡേയിലേക്ക് എത്തിയ ഹാപ്പിയായി. അത് കഴിയുമ്പോൾ ഇവിടുന്ന് വീണ്ടും പണികൊടുക്കുകയാണ്. പുറത്തേക്ക് പോകാൻ പറ്റില്ല. ശരിയല്ലേ? ഈ ഓട്ടത്തിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു സാധനം വരും. ജനുവരി ഡിസംബർ വരും അല്ലെ? 4 പ്രാവശ്യം ആ ഓട്ടം ഓടുമ്പോൾ ഒരു മാസം വരും അല്ലെ? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ജനുവരി ഡിസംബർ ഇങ്ങനെ ഓടി 52 പ്രാവശ്യം ഞാൻ ഓടി. സാറെത്ര പ്രാവശ്യം ഓടി സാർ ഈ ഓട്ടം? 90. 55 ദിവസം 60 ദിവസം ഓടി കഴിയുമ്പോ പോയിട്ട് പ്ലേ കാർഡ് പിടിച്ചിട്ട് എവിടെ ഇരിക്കും? ഹോട്ടലിന് മുന്നിലിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ആയോ? ഈ ഇരിപ്പായിരിക്കുന്ന കൈയും കാലും കെട്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പോട്ട്. ഈ ഓട്ടം മുഴുവൻ ഓടിയിട്ടും എവിടെയും എത്താതെ പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ? അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ആസിമിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. ഈ റൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും സൺഡേയാണ്. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് സൺഡേ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും സൺഡേ ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ? എല്ലാ ദിവസവും സൺഡേ ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ദിവസങ്ങളൊന്നും ഞാൻ ഓർമ്മിക്കാറില്ല. ഇന്ന് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കാറില്ല. കാരണം ആസിയൻ ബിസിനസ്സിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സൺഡേ ആണ്. കാരണം എന്താ? സൺഡേ ഇഷ്ടം പോലെ വർക്കുണ്ട്. എല്ലാവർക്കും സൺഡേ മീറ്റിംഗ് വേണ്ടേ? അതല്ല നമുക്ക് ഇഷ്ടം. അപ്പൊ സൺഡേ ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ബിസിനസ്സിൽ വന്നാൽ മതി. സൺഡേ ആഘോഷമാക്കി മാറ്റാൻ ആസിയൻ ചെയ്താൽ മതി. എല്ലാ സൺഡേകളും നിങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ഈ വട്ടത്തിനുള്ളിൽ കറങ്ങി പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. എന്ത്? യുവർ ചോയ്സ്, യുവർ ലൈഫ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. വേറെ നിങ്ങൾ ആലോചിക്കണ്ട. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിറങ്ങുമ്പോ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? ആരുടെയൊക്കെ കയ്യിലുണ്ട് ഈ ആപ്പ്? ആസിയം ചെയ്യുന്ന മിക്കവാറും ലീഡേഴ്സിന്റെ കയ്യിൽ ഈ ആപ്പ് ഉണ്ടോ അല്ലേ? Where is my train? ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല നിങ്ങൾ? അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഈ ആപ്പ് ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുക? കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ട്രെയിനുകളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽ നമുക്ക് കിട്ടും. എവിടെ വെച്ച് എപ്പോഴൊക്കെ ട്രെയിൻ ഉണ്ട്, എപ്പോഴൊക്കെ കയറിയാൽ എപ്പോ അവിടെ എത്തും, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇല്ലേ? എല്ലാ കാര്യങ്ങളും ട്രെയിനിനെ കുറിച്ചുണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനമാണ്. പക്ഷേ യുവർ ജേർണി ഓഫ് മൈ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആപ്പുകളാണ് ട്രെയിനെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെടുത്തുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പക്ഷെ ട്രെയിനിനകത്ത് ഇതെല്ലാം കിട്ടും. നമുക്ക് മാത്രമേ ഇത് കിട്ടാത്തുള്ളൂ. പക്ഷേ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എവിടെയും കിട്ടില്ല. കിട്ടുമോ? ഇത് കിട്ടാനുള്ള ഒരു ഒറ്റ സ്ഥലമേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടില്ല. ഇത് കിട്ടുന്ന സ്ഥലമാണ് ഈ സാധനം. ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം.
പുറത്തെവിടെയും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണം. എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളുടെ ബ്രെയിനകത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ് ആകും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങേ സൈഡിൽ ഒരു പിക്ചർ കണ്ടോ? ഈ പിക്ചറിനകത്ത് ഈ ഒരു പാർട്ടുണ്ട്. എന്താ വായിക്ക? ഇൻസുല എന്നാണ് എന്റെ പേര്. ഒരു ഗോലിയുടെ വലിപ്പം മാത്രമേ അതിനുള്ളൂ. പക്ഷേ ഇവന്റെ പ്രത്യേകത എന്താ പറയുക? നമ്മൾ എനർജി കൂടുതൽ എടുത്താൽ ഇവൻ അതിനെ തടയും. എനർജി സേവർ ആണ് ഇൻസുല എന്ന് പറയുന്ന സാധനം. ഉണ്ട്, വേടത്തിന്റെ ഇതിനകത്തുണ്ട്, തലയ്ക്കകത്തുണ്ട്. നമ്മളെല്ലാം ഓരോരുത്തരെയും തലയ്ക്കകത്ത് ഈ സാധനമുണ്ട്. പക്ഷേ ഇവൻ എന്താ ചെയ്യുന്നത് അറിയോ? കൂടുതൽ എനർജി എടുക്കുന്ന എന്ത് പരിപാടി നിങ്ങൾ ചെയ്താലും അവൻ ചെയ്യേണ്ടെന്ന് പറയും. പക്ഷേ ഇവനൊരു പഞ്ചഭാവമാണ്. കാരണം അറിയോ? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേടപേക്ഷിച്ചാൽ ഇവൻ തഥാസ്തു നീ ചെയ്തോളം പറയും. ഇതാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ ഇൻസുല ചെയ്യുന്ന പണിയുണ്ട്. ഇൻസുല ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അപ്പൊ നോ പറയും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് തോന്നിയാൽ അവനെന്ത് പറയും? അതിനെ പതിയെ ഓട്ടോ കൊള്ളിക്കണം. അപ്പൊ നിങ്ങള് പ്ലാൻ പറയാൻ തുടങ്ങുമ്പോ ഇൻസുല എന്ത് പറയും? മോനെ ആവശ്യമില്ലാത്ത പഠിക്കാൻ പോകുന്നത്. അവൻ ചിലപ്പോ നോ പറയും. അവൻ ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ പറഞ്ഞ് അവൻ പുറകോട്ട് വലിക്കുമ്പോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ സംഭവിക്കും. അവൻ വീണ്ടും പറയും ഓട്ടോ പുള്ളിക്ക് രാവിലെ എനിക്കും ഓട്ടോമാറ്റിക് ഇടാൻ പോകും. ഇതാണ് സംഭവം. നമ്മള് ഡ്രൈവിംഗ് അറിയാവുന്ന ആളുണ്ട്, കാർ ഓടിക്കാൻ. ഡ്രൈവിംഗ് പഠിക്കാൻ പോയത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കേറി ആദ്യത്തെ സീറ്റിൽ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോ ആദ്യം ഫീൽ ചെയ്ത് എന്താ? താഴെ 3 സാധനം 2 കാലും അല്ലേ? 3 റൗണ്ടും ഇപ്പുറത്തൊരു ഗിയറും. ഇതെന്ത് കാണിക്കും ഇത് വെച്ചിട്ട് അല്ലെ? അങ്ങനെ ചിന്തിച്ച നമ്മള് എക്സ്പേർട്ട് ആയി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? നമ്മളൊന്നും അറിയുന്നില്ല അല്ലെ? എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു ആശാനുണ്ട്. എന്നെ ടാറ്റാ ടിഗോർ വണ്ടി ഞാൻ എടുത്തപ്പോ പുള്ളി എന്നെ കൊണ്ട് ആദ്യത്തെ ഓട്ടോ ഓടി. പുള്ളിയുടെ വീടിനെടുത്തപ്പോ പുള്ളിയോട് പറയാ, ഇനി സന്തോഷമുണ്ടല്ലോ ഞാൻ തിരിച്ചു വരുന്നില്ല. 7 കിലോമീറ്റർ ആദ്യം ഞാൻ ആകെ ഒരു പ്രശ്നത്തിലായി. എന്നിട്ട് ഞാൻ ചെയ്തു, ഒന്നും നോക്കിയില്ല. കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? 9 ലക്ഷം രൂപ വെച്ച വണ്ടി തിരിച്ചുകൊണ്ടില്ല, അതിട്ട് വരാൻ പറ്റുമോ? കയറിയിരുന്നു. ഒരു കണക്കിന് ഞാൻ ഗിയർ ഫസ്റ്റിൽ മാത്രമേ ഇട്ടു. 7 കിലോമീറ്റർ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടിച്ച മഹാനാണ് ഞാൻ. കാരണം ഗിയർ മാറ്റാൻ പോലെ സ്പീഡിൽ പോകും. ശരിയല്ലേ? ആ മനുഷ്യൻ നിന്ന് ഞാൻ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്കും ഇവിടുന്ന് കന്യാകുമാരിയിലേക്ക് എല്ലാം വണ്ടി ഓടിച്ചു പോകും. വണ്ടി ഓടിക്കുമ്പോ പാട്ട് കേൾക്കും. ഞാനൊന്നും അറിയുന്നില്ല. എത്ര പ്രാവശ്യം ഗീത മാറ്റിയിലേക്ക് അറിയില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായി സംഭവിക്കും അല്ലേ? ഓട്ടോ പുള്ളിലേക്ക് കയറി ഈ സാധനം അവിടെ എനിക്ക് മാറ്റാൻ പറ്റില്ല, അതിനെ അനക്കാൻ പറ്റില്ല അല്ലേ? ടൈം പിടിച്ചിട്ട് മറന്നു പോകും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് രാവിലെ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുത്തിട്ട് ബ്രഷ് നനച്ചിട്ട് പേസ്റ്റ് വെച്ച ആളുകളുണ്ടാവും, പേസ്റ്റ് വെച്ചതിന് ശേഷം നനച്ച ആളുകളുണ്ടാവും. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അതെങ്ങനെ ചെയ്തത്? അതോ ഇന്നലെ രാത്രി കിടക്കുന്ന 12:30 കിടക്കുമ്പോൾ ആലോചിച്ചു നാളെ രാവിലെ എണീക്കണം, എന്നിട്ട് ബ്രഷ് പോയി എടുക്കണം, എന്നിട്ട് ഇത് ബ്രഷ് എടുത്ത് വെച്ചിട്ട് നനയ്ക്കണം, എന്നിട്ട് പല്ല് തേക്കണം. ഇതൊന്നും ആലോചിച്ചിട്ടല്ല എന്താ കിടന്നത്? പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ എണീറ്റ് പോയി പല്ല് തേച്ചു, പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞല്ലേ? ഇത് ഓട്ടോപ്പുള്ള ഈ സാധനം. ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. ബൈക്കോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ വാഹനം, നിങ്ങൾ വണ്ടി ഓടിച്ചിങ്ങനെ പോകും. വീടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് നിങ്ങളുടെ ഷെഡിൽ കയറുന്നു. നമ്മൾ വേറെ എവിടേക്കായി? നാളെ ഇനി അവിടെ വർക്കുണ്ട്, അപ്പുറത്ത് പോകണം, മറ്റന്നാൾ അവിടെ എറണാകുളത്ത് പോകണം, നാളെ അവിടെ പോകണം, അതിനെ ജോയിൻ ചെയ്യിക്കണം. ഇതൊക്കെ ആയിരിക്കും ചിന്തകൾ. പക്ഷെ വണ്ടി വരുന്നത് ഇത് ഒട്ടപ്പുള്ളി കയറി കൊടുക്കുക വീട്. അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല ഈ സാധനത്തിന്. അതല്ല, നിങ്ങൾ ആലോചിച്ച് പോയതിന്റെ പേരിൽ വേറെ വീട്ടിൽ പോയി കയറിയതായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ പോയ ആളുകളുടെ കാര്യമല്ല. ശരിയല്ലേ? ഇത് ഒട്ടപ്പുള്ളാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഇവൻ എനർജി എങ്ങനെ കൂടുതൽ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യണം. വാച്ച് കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. നിങ്ങൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാച്ച് മറ്റേ കയ്യിൽ മാറ്റി കിട്ടാം. കിട്ടിയത് മാത്രം, വാച്ച് ഇല്ലാതെ കേട്ടാൻ പറ്റണ്ട. വാച്ചുള്ള മറ്റേ കയ്യിലേക്ക് മാറ്റി പെട്ടെന്ന് കഴിക്കും. ഒട്ടും സമയം എടുക്കാം. എടുക്കാറുള്ള മറ്റേ കയ്യിൽ വാച്ച് കിട്ടാൻ ഇല്ല. ഇപ്പൊ വാച്ച് കിട്ടി, നല്ല കനമുള്ള വാച്ച് കിട്ടിയ ആളുകൾ ആരാണ്? വെയിറ്റ് ഉള്ളത്
ആ പുറകിലത്തെ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാ സാർ, എത്ര കാലമായി മറ്റേ കൈ വാച്ച് കിട്ടാൻ തുടങ്ങിയിട്ട്? 18 വർഷമായി. എപ്പോഴെങ്കിലും ഈ കൈ മാറ്റി കെട്ടിയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഈ കൈ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ വലത്തെ കൈയിലാണ് വാച്ച് കെട്ടിയിരിക്കുന്നത്. ഈ വലത്തെ കൈക്ക് സാറിനോട് എന്തൊക്കെ പറയാനുണ്ട്? ഉണ്ടോ? ആ വലത്തെ കൈക്ക് പറയാനുള്ള കാര്യങ്ങൾ സാറിനോട് എന്ന് പറയാം. അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, സാറിന് ആ കൈയെ കിട്ടിയ അതേ വെയിറ്റ് ആണ്. പിന്നെ വെയിറ്റ് കൂടി. എന്താ സംഭവിച്ചത്? എല്ലാവർക്കും വെയിറ്റ് കൂടിയോ? നിങ്ങൾ കൈ മാറ്റി കിട്ടിയപ്പോ വാച്ച് വെയിറ്റ് കൂടി അല്ലെ? ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെ? ശരിയല്ലേ? ഇനി ഈ വാച്ച് അങ്ങനെ കൈ കിട്ടുന്നത് വരെ എന്താ കാരണം അറിയോ? ഇൻസുലിൻ ആക്ടിവേറ്റഡ് ആയി കിടക്കുവാണ്. കാരണം കൂടുതൽ എനർജി എടുക്കുന്ന പണിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, പരിചയമില്ലാത്ത പണി. ക്ലിയർ? പറഞ്ഞു മനസ്സിലായോ? ഇത് നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് മാറുമ്പോ അപ്പൊ നിങ്ങൾ നോർമലാവും. സ്ഥലം പേര് നല്ല ക്ലാസ് കൊടുക്കും. ഈ വാച്ച് ഇനി മുതൽ ഞാൻ ഈ കയ്യിലാ കെട്ടുന്നതെന്ന് തീരുമാനിച്ചതേ. ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നും, ബുദ്ധിമുട്ട് തോന്നും, വെയിറ്റ് തോന്നും. നാളെ നിങ്ങൾ അങ്ങനെ കെട്ടി, മറ്റന്നാൾ കെട്ടി, ഒരു 4 ദിവസം കെട്ടി കഴിയുമ്പോണ്ടല്ലോ ഇൻസിലേക്ക് മനസ്സിലാവും ഇവനോട് പറഞ്ഞ ഒരു കാര്യമില്ല, ഇവൻ അവിടെ തന്നെ കിട്ടുള്ളൂ. എന്ത് ചെയ്യും? ഇൻസിൽ ഓട്ടം കൊണ്ടേക്കിടും. പിന്നെ നിങ്ങൾ മറ്റേ കയ്യിൽ നോർമലായിട്ട് കെട്ടിയതുപോലെ തന്നെ ഈ വാച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ക്ലിയർ? ഇൻസിലൂടെ പണി പെട്ടെന്ന് മനസ്സിലായോ? എന്താണ് നമുക്ക് മനസ്സിലായി? അവള് വേണ്ട നിത്യക്ക് മനസ്സിലായി. അപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇൻസിലേക്ക് കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ഇത് തന്നെയാണ് ആർസിയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പരിചയമില്ലാത്ത എന്ത് പണി ചെയ്താലും അയാൾ ചെയ്യാൻ അനുവദിക്കില്ല. ക്ലിയർ? കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ പോയി ചെയ്യണം പറഞ്ഞ് ഇൻസിൽ നിങ്ങൾ പ്ലാൻ പറയാൻ വേണ്ടി ഓടിക്കും. ക്ലിയർ? അപ്പൊ നമ്മൾ പ്ലാൻ പറയിപ്പിക്കണം. എന്ത് വേണം? ഇൻസിലേക്ക് കൊണ്ട് തരില്ലേ? ആശയം ചെയ്യാൻ ഭയങ്കര ലിമിറ്റേഷൻ ആണ് അല്ലെ? എന്തൊക്കെ പ്രശ്നങ്ങളെ നടുവില നമ്മള് വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പുറത്തു പോകാൻ പറ്റും. നിങ്ങളെ കാര്യമല്ലോ, എന്റെ കുറച്ച് ടീമുണ്ട്, അവരെ കാര്യം പറഞ്ഞു. നിങ്ങളത്ര കാര്യം ഇന്ന് കല്യാണം ഉണ്ടോ? എനിക്ക് പോകാൻ പറ്റില്ല. ഇന്ന് ഫാമിലി വൈഫിന്റെ വീട്ടിൽ കല്യാണം പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അല്ലേ? ഇതെല്ലാമാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പുറകോട്ട് വരിക്കുന്നത്. ഈ ലിമിറ്റേഷൻ മറികടന്ന് ആരാണോ അവരുടെ ഹയസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുന്നത് അവര് ഈ ബിസിനസ്സിൽ സക്സസ് ആവും. ഒരു സംശയമില്ല. നിങ്ങളുടെ ഏത് ജോലിയായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതിന്റെ ഹയസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് എപ്പോ പുറത്തെടുക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ഇതിലെ സക്സസിലേക്ക് നിങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിങ്ങൾ സക്സസിലേക്ക് പോകുമ്പോൾ ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ലിമിറ്റേഷനിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. ആസിമിൽ മാത്രമല്ല, ഈ വ്യക്തി സുബ്രീത് കൗർ എന്ന് പറയുന്ന ഈ വ്യക്തി പഞ്ചാബിലെ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ്. 37 വയസ്സുണ്ട്. ഇവര് 23ാമത്തെ വയസ്സിൽ ഒരു സ്കൂട്ടർ ആക്സിഡന്റിൽ ഇവരുടെ കാൽ നഷ്ടപ്പെട്ടു. ഒരു കാൽ നഷ്ടപ്പെട്ടു. അതുവരെ ജീവിതത്തിൽ ഡാൻസ് ചെയ്തിട്ടില്ലാത്ത ഇവർക്കൊരു മോഹം, എനിക്ക് ഒറ്റ കാലിൽ ഡാൻസ് ചെയ്യണം. അങ്ങനെ ഒരു TV ഷോയിൽ 2 കാലുമില്ലാത്ത ഒരു വ്യക്തിയുടെ ഡാൻസ് കണ്ടുകൊണ്ടാണ് ഇവർ ഡാൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ തീരുമാനിച്ചതിന് ശേഷം അവർ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി. കാരണം കാലില്ലാത്ത ആൾക്ക് നിലത്തിരുന്ന് ഡാൻസ് കളിച്ചാൽ മതി, ഒറ്റക്കാലുള്ള ആളെങ്ങനെ ഡാൻസ് കളിക്കണം? ഇരുന്ന് കളിക്കാൻ പറ്റുമോ? പല പ്രാവശ്യം വീണു, പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. അവസാനം അവരുടെ പാഷൻ ആയിരുന്നു ഡാൻസ് കളിക്കുക എന്നുള്ളത്. അവസാനം അവർ ഡാൻസിൽ സക്സസ്ഫുൾ ആയി ലോകം അറിയുന്ന ഒരു ഡാൻസറായിട്ട് മാറി.
നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ക്ലോസ് ചെയ്യാതിരുന്ന ആ 2 കാലിൽ വന്നത്. ഈ ഒരു വ്യക്തിയെ പരിചയമുള്ള ആളുകളൊക്കെ കൈവിളിച്ചേ. എന്താ പേര്? സുന്ദർ പിച്ചൈ. ആരാണ് അദ്ദേഹം? ഇദ്ദേഹം തമിഴ്നാട്ടിലെ ചെന്നൈയില് 2 മുറികൾ മാത്രമുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് സാധാരണ സ്കൂളിൽ പഠിച്ച് ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയ ഒരു കോടീശ്വരനായിട്ട് മാറി. സുന്ദർ പിച്ചൈയുടെ ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ? ഒരു ദിവസത്തെ സാലറി ഊഹിച്ച് പറയാൻ പറ്റുന്ന ആളുകൾ ഇവിടെ എത്ര ഉണ്ടാവാം? ഒരു ദിവസത്തെയാണ് എത്ര സാലറി ഊഹിച്ച് പറയാം? അത്രയും പോകണ്ട. 5 കോടി രൂപയാണ് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ വരുമാനം. അപ്പൊ ഒരു മാസത്തെ സാലറി എത്രയായി? 155 കോടി. ഈ ആയുസിൽ 1 കോടി ശരിയല്ലേ? ഇങ്ങനെയുള്ള ആളുകളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ശരിയല്ലേ? എന്നിട്ട് നമ്മൾ മാത്രം ഇത് കണ്ടോ, ടിക്ടോക്ക് ഇതൊരു സംഭവമാണ്. നിങ്ങൾ ഇതൊക്കെ എന്തിനാ ഇയാളെ കൂടെ കൊണ്ടേക്ക് ആവശ്യമുള്ളത്? ടിക്ടോക്കിന്റെ ബില്ലിങ്ങറാക്കി മാറ്റിയതാണ് ഹിയാൻ യുമിങ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ. ഇദ്ദേഹത്തെ നിങ്ങൾ കാണിക്കേണ്ട കാരണം ഇദ്ദേഹത്തിന്റെ 2 കാലുകൾ ഇങ്ങനെയൊക്കെ ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ എല്ലാവർക്കും അവരെ പോലെ ആകാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ആകാൻ പറ്റില്ലെന്ന് ഈ മഹാനായ വ്യക്തിക്ക് മനസ്സിലായപ്പോഴാണ് RCM രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുന്ന അവസരം ഇവിടെ RCM നമുക്ക് കിട്ടും, നമുക്ക് തരാൻ പറ്റും. മഹാനായ TCGയെ നമിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ മുന്നോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ശ്രീസാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് നമുക്ക് നല്ലൊരു ക്ലാപ്പ്. എന്റെ സ്പോൺസർ അദ്ദേഹം പറയുന്നത് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെന്ന് പറയാൻ പറ്റൂ. ഹെൽത്ത് ഒക്കെ ഉണ്ട്, വെൽത്തിലെങ്കിലും വെൽത്തുണ്ട്, ഹെൽത്തിലെങ്കിലും ഇത് രണ്ടും ഉണ്ടായാലും ഹാപ്പിനെസ് വരണം നിർബന്ധമില്ല. അപ്പൊ ഹാപ്പിനെസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് സംതിങ് യു ക്രിയേറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു മൊട്ടത്തിലാണ് നോക്കിയത്. അദ്ദേഹത്തിന്റെ മിററിലൂടെ അദ്ദേഹത്തിനെ കാണാൻ എങ്ങനെ ശ്രമിക്കുന്നത്? അയാൾ ക്രിയേറ്റ് ചെയ്താണ്. എന്താ പിടിച്ചിരിക്കുന്നത്? ഇതിന്റെ പേര് പറയാ, ചൂരന്തല പറയാ. നീ ഇവിടെ ഭാഷ മാറിയോ അറിയില്ല. ഈ ചൂരൻ പിടിച്ചപ്പോ മൊട്ടത്തലയെ മനോഹരമായിട്ടുള്ള മുടിയാക്കി മാറ്റി. ആര് ക്രിയേറ്റ് ചെയ്ത? ആ വ്യക്തി ക്രിയേറ്റ് ചെയ്താണ്. ഇനി നിങ്ങൾ അറിയേണ്ട, വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രീസിൽ 2023 പഠനത്തിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആളുകൾ ഫിൻലൻഡുകാരാണെന്ന് പറയുന്നു. തൊട്ടുപുറകെ ഡെൻമാർക്കുണ്ട്, ഐസ്ലൻഡ്, ഇസ്രയേലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എവിടെയാ? 125ാം സ്ഥാനത്താണെന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. നമ്മളെ വിചാരം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയുള്ള ആളുകളാണ് നമ്മുടെ വിചാരം. അല്ല, തെറ്റി. നമ്മൾ 125ാം സ്ഥാനത്താണ്. പക്ഷേ ഞാൻ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ബാർകോഡാണ്. ബാർകോഡുകളുടെ കാലഘട്ടമാണുള്ളത്. ഈ ബാർകോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ കിട്ടില്ല, ഞാൻ സ്കാൻ ചെയ്താൽ എനിക്ക് കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പുതിയ മാർക്കറ്റിംഗ് പ്ലാനാണ് RCMന്റെ. ആ ബാർകോഡ് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് RCMന്റെ പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ കിട്ടി. ആ പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ പ്രത്യേകത എന്താണ്? ഇതുവരെ ഉണ്ടായിരുന്ന മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി ആർക്കും ഒന്നും കിട്ടാതെ നടന്നിരുന്നപ്പോഴാണ് TCG പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ കൊണ്ടുവന്നത്. അവിടെ ആളുകളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. TCG ഒരുമിച്ച് പോയി മീറ്റിംഗ് ചെയ്യും, നിങ്ങൾ രക്ഷപ്പെടും. മന്ത്ലി ബോണസ്, ഇയർലി ബോണസ് ഒരുമിച്ച് നിങ്ങളെ കിട്ടും. പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? അങ്ങനെ മാർക്കറ്റിംഗ് പ്ലാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോ ചില ആളുകൾക്ക് വീണ്ടും പിടികിട്ടിയില്ല. അപ്ലൈൻ ലീഡറും ഡൗൺലൈൻ ലീഡറും കൂടെ യാത്ര ചെയ്യാണ്. ഇങ്ങനെ അപ്ലൈൻ ലീഡറും ഡൗൺലൈൻ ലീഡറുമാണ്. പുതിയതായിട്ട് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനുള്ള കോൺട്രാക്ട് കൊടുത്തു. ഒരു പ്രശ്നം വന്നു, ഡൗൺലൈൻ ലീഡർ തട്ടി പറഞ്ഞു വീണു.
വീണ്ടും വേണ്ടിയിട്ട് അപ്പനെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു, വീണ്ടും മുന്നോട്ട് കൊടുത്തു, പോകാൻ പറഞ്ഞു. അങ്ങനെ താരോത്സവത്തിൽ വന്നൊരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു, കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടി. പക്ഷെ വീണ്ടും ചെന്നപ്പോ വീണ്ടും ഒരു കടമ്പെടുക്കുന്നതിന് മുമ്പ് കത്തി മാറ്റി വീണ്ടും വീണു. അപ്പോഴാണ് ഗോപാൽ സാർ ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം കിട്ടി. അങ്ങനെ നീ മുന്നിൽ തന്നോ, നീ എന്റെ കൂടെ വാ, കാര്യം ഉഷാറാക്കാം. അങ്ങനെ വന്ന് ഗോപാൽ സാറിന്റെ മീറ്റിംഗ് കിട്ടി കഴിഞ്ഞ സമയത്ത് അടുത്ത കടമ്പ ഈസി ആയിട്ട് ചാടി കിടന്നു. ചാടി കിടന്ന അവർ രണ്ടാമത്തെ യാത്രയിൽ മോട്ടിവേഷൻ കൂടി തിരിഞ്ഞു നോക്കി ഓടിയപ്പോ അപ്ലേക്ക് താക്കി താഴെ വീണു. അപ്പൊ പറഞ്ഞു നിനക്ക് മോട്ടിവേഷൻ കൂടുതലാണ്, ഇനി നീ മുന്നിലാണ്, നീ പുറകെ നടക്കണ്ട, മുന്നിലേക്ക് വിട്ടു. അങ്ങനെ മുന്നിലേക്ക് പോകുന്ന സമയത്താണ് ആർജിന്റെ പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ വരുന്നത്. പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ വന്നപ്പോൾ മുന്നിൽ പോയ ചെറുപ്പക്കാരെ ചാടി കിടന്നു. പറയാനുള്ള ഒരു സംശയം, ഇത് നടക്കുമോ? 10% കട്ട് ചെയ്തു. 10% എവിടെ പോയി? പഴയ ആളുകൾ പലരും ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മുന്നിൽ പോയ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്, നല്ല ഗംഭീര പ്രസന്റേഷൻ പ്ലാനാണ് ഇതിനകത്തുള്ളത്, ഇതിനകത്ത് മന്ത്രി ബോണസ് ബോണസ് പഠിക്കുന്ന മോട്ടിവേഷൻ കൊടുത്ത് നോക്കി, ഒരു രക്ഷയില്ല, നടക്കില്ല. എന്ത് ചെയ്തു? തള്ളി നോക്കി, കുറച്ച് ടിവി ഒക്കെ കയറ്റി കൊടുത്തു, ഒരു രക്ഷയില്ല, പിടിച്ച് വച്ചു നോക്കി, രക്ഷയില്ല. വീണ്ടും പുതിയ ടെക്നോളജികളൊക്കെ വന്നപ്പോ ഡൗൺലൈൻസ് വന്നിട്ട് എന്ത് ചെയ്തു? കാര്യങ്ങൾ ഒന്നുകൂടി പഴയ അപ്ലൈ ലീഡർമാരെ പഠിച്ചു നോക്കി. എല്ലാവരും കേട്ടോ, ചില ലീഡർമാരെയാണ് നിർത്തിമാരുടെ ആളുകളുണ്ട്. അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു, പുറകിൽ പോയിട്ട് ഒരു ഒറ്റ തള്ള് 1,00,000 ടിവി നമ്മൾ കയറിയപ്പോൾ രണ്ടാമത് ചാടി കിടന്നു. അപ്പോഴാണ് പുതിയ നമ്മളുടെ മന്ത്രി ബോണസ് വന്നത്. മന്ത്രി ബോണസ്, ഇയർലി ബോണസ് കിട്ടി. അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡയമണ്ടിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിലുള്ള അനന്തമായ സാധ്യത ആർസിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോ 2030 ഹാപ്പി ന്യൂ ഇയർ എന്ത് സംഭവിക്കും? വേൾഡ് ഹാപ്പിനെസ് ഡേയിൽ ഇന്ത്യ നമ്പർ 1 ആയിട്ട് മാറും. അതാണ് ഇന്ത്യ ബാർകോഡിൽ വെച്ചത്. ആ ബാർകോഡ് നിങ്ങൾ എനിക്ക് പറഞ്ഞത്. അങ്ങനെ യുവർ സെൽഫി, അങ്ങനെ നിങ്ങൾ പോകുമ്പോ നിങ്ങളെ മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇതിന് പേര് യുവർ സെൽഫി എന്നാണെങ്കിൽ എല്ലാ ആളുകളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, എല്ലാവരും സെൽഫി എടുത്ത് ശീലമുള്ള ആളുകളാണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി മനോഹരമായ ഈ താരോത്സവ വേദിയുടെ അവസാന ദിവസത്തിൽ നിങ്ങൾ ഒരു മനോഹരമായിട്ടുള്ള സെൽഫി ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ എടുക്കണം. നിങ്ങളെടുത്ത നിങ്ങളുടെ പിക്ചറിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി. ബിലീവ് ഇൻ യുവർ സെൽഫി. നിങ്ങളെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു സംശയമില്ല. നിങ്ങൾക്ക് മാത്രമാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഈ പിക്ചർ ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു കണ്ണാടി നിങ്ങളുടെ 3 വയസ്സിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ചുംബനം നമ്മൾ കൊടുത്തേനെ. ഇപ്പോഴാർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ മോഹം കണ്ടിട്ട് നിങ്ങൾക്കൊരു ചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇല്ലല്ലോ. വേറെ സ്ഥലത്ത് ചുംബനം കൊടുക്കാൻ തോന്നിയേക്കും, ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നാറില്ല. അതല്ലേ പ്രശ്നം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇത്രയും ആ പിക്ചർ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി, എത്ര ഇതായിട്ട് സ്നേഹിച്ചുകൊണ്ടാണ് ആ ചുംബനം അവിടെ നടക്കുന്നത്. ഇതാ വേറെ പിക്ചർ കണ്ടോ? ആ ക്യാപ്റ്റന്റെ കണ്ണുകളിലേക്ക് നോക്കി, തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളാണ്. ഇവൻ എവിടെയാ നോക്കുന്നതെന്ന് അറിയോ? അവനൊരു മിററിലൂടെ കാണുകയാണ്. എങ്ങനെയാ കാണുന്നതെന്ന് അറിയോ? നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അയാളെ ഹേമന്ത് സാറിനെ പോലെയാ കാണുന്നത്. അല്ലേ? ഒരു ക്യാറ്റിന് പോലും അയാളെ സിംഹമായിട്ട് കാണാൻ പറ്റിയിട്ട് ഈ പറയുന്ന മനുഷ്യനായിട്ട് ജനിച്ചിട്ട് നമുക്കൊന്നുമല്ലാതായി ചിന്തിക്കാൻ പറ്റുന്നു. ആലോചിക്കുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത പിക്ചർ കണ്ടോ? ഒരു ചെറുപ്പക്കാരൻ മനോഹരമായിട്ടൊരു സെൽഫിയാണ് അദ്ദേഹത്തിന്റെ. 80 വയസ്സുള്ള ഒരാള് 40 വയസ്സായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത പിക്ചർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെ പല ആളുകളും ഇവിടെയുണ്ട്. പക്ഷേ അയാളെ വിട്ടുകൊടുക്കുന്നില്ല. അയാളെ കാണാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അല്ലെ? ഇങ്ങനെ നിങ്ങളുടെ കുറവുകളെയല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് പോകണം. സെൽഫിയും മൊബൈലും മിററും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഊപ്പർവാല നമുക്ക് വേണ്ടി ഒരു സെൽഫി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഈ സെൽഫിയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും എങ്ങനെ നിന്നാലും വരില്ലായിരുന്നു. ഒരു ഡാർക്ക് കളർ മാത്രമായിരുന്നു. പക്ഷേ ആ ഡാർക്ക് കളറിനെ വരെ മാറ്റാൻ
പക്ഷെ വിചാരിക്കണം അല്ലെ, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം. അങ്ങനെ മനോഹരമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സ്ട്രോങ് ആൻഡ് പവർഫുൾ ബിസിനസ് ലൈക്ക് ECG. നിങ്ങളെ സ്ട്രോങ്ങും പവർഫുള്ളുമാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ECG പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് ബിസിനസ്. എന്താണ് ECGയുടെ പ്രത്യേകത? അപ്പ് ആൻഡ് ഡൗൺ ബിസിനസ് കയറും അല്ലെ. ഇത് നേരരേഖയിലാണെങ്കിൽ നിങ്ങളുടെ ECG എടുക്കുമ്പോൾ നേരരേഖയിലാണെങ്കിൽ എന്താ സംഭവിക്കാം? നിങ്ങളുടെ ബിസിനസ് നേരരേഖയിലാണ് എന്താ സംഭവിക്കാം? ബിസിനസ് ഡെഡായി അല്ലെ. മുകളിലേക്ക് താഴേക്ക് കുത്തനെ പോയാലും ഒരിക്കൽ താഴേക്ക് വരും. അപ്പൊ ബിസിനസ് എങ്ങനെ വേണം? ജീവനുള്ളതായിരിക്കണം. നിങ്ങളുടെ ബിസിനസ് ജീവനുള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. പക്ഷെ ഡൗൺ മാത്രമാവരുത്. അതുകൊണ്ട് കഴിയില്ല. ബിസിനസ് എപ്പോഴും ഒരു മാസം താഴെ പോയാൽ അടുത്ത മാസം ഇങ്ങനെ ECG പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ ബിസിനസ് വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ECG ജീവനുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഒരു കാര്യം ആലോചിച്ചു, നിങ്ങൾ റോയൽറ്റി അച്ചീവർ ആണെങ്കിൽ മിനിമം നിങ്ങളുടെ ടീമിലുള്ള 50 ലീഡേഴ്സിനെ നിങ്ങൾ എല്ലാ ദിവസവും വിളിച്ചിരിക്കണം. അങ്ങനെ വിളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്നിക്കാം. റോയൽറ്റിക്കാരാണ് 50 ലീഡേഴ്സിനെ ലെഫ്റ്റും റൈറ്റും വിളിക്കാൻ പറ്റിയാൽ നിങ്ങൾ ബിസിനസ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത് കാര്യം, നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളും ചേഞ്ചുകളും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴേക്കിടയിലേക്ക് എത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എത്തുന്നുണ്ടോ? ഇല്ല. താഴെ ഡെപ്തിൽ പോയിട്ട് പ്ലാൻ പറയാൻ പറഞ്ഞാൽ പ്ലാൻ അറിയാമോ? പ്ലാൻ അറിയില്ലാത്ത ആളുകൾ പ്ലാൻ പറയാൻ ഇവിടെ ഇപ്പൊ ഞാൻ വിളിക്കും. വെരി ഗുഡ്. നല്ല കാപ്പുണ്ട്. ആ വിളിക്കുന്നു പറഞ്ഞിട്ട് കൈകാണിച്ചില്ല. അതിനാ കാപ്പി മേടിച്ചുകൊടുത്തത്. എത്ര ആളുകൾ നിങ്ങളുടെ ടീമിൽ പ്ലാൻ പറയുന്നു, അതാണ് നിങ്ങളുടെ ബിസിനസിനെ ജീവനുള്ളതാക്കി മാറ്റാൻ പോകുന്നത്. അടുത്തത്, താഴേക്കുള്ള ആളുകളിലേക്ക് നിങ്ങൾ ബിസിനസ് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ഒരിക്കൽ ഒരു അധ്യാപകൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്റ്റാച്യുവിനരികിലൂടെ ഒരു കുട്ടിയുമായിട്ട് എല്ലാ ദിവസവും നടക്കാൻ ഇറങ്ങും. എല്ലാ ദിവസവും നടക്കാൻ ഇറങ്ങുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചുള്ള വീരശൂര പരാക്രമ കഥകൾ ആർക്ക് പറഞ്ഞു കൊടുക്കും? കുട്ടിക്ക് അധ്യാപകൻ പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം അധ്യാപകൻ പറഞ്ഞു, അവിടുന്ന് അധ്യാപകൻ ട്രാൻസ്ഫർ ആയി, ഇന്ന് കൂടിയേ ഞാനുള്ളൂ, ഇനി കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നത്. അങ്ങനെ കുട്ടി നേരെ അടുത്ത് വന്നു. ഇങ്ങനെ സ്റ്റാച്യുവിലേക്ക് ഇങ്ങനെ നോക്കി, കുറെ നേരം നോക്കി എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പിടികിട്ടിയില്ല മാഷേ. എന്താ കാര്യം? ഈ അലക്സാണ്ടർ ചക്രവർത്തി മുകളിലിരിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുകളിലിരിക്കുന്ന ആളെ മനസ്സിലായില്ല. കുട്ടിക്ക് കിട്ടിയത് എന്താ? അലക്സാണ്ടർ ചക്രവർത്തി കുതിരയല്ലേ വരുന്നത്. കുട്ടി വിചാരിച്ചു കുതിരയാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്നാണ്. മുകളിലിരിക്കുന്ന ആളെ പിടിക്കിട്ടില്ല കുട്ടിക്ക്. ഇതേപോലെയാണ് പല ആളുകളും കാര്യങ്ങൾ താഴേക്കിടയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ അല്ല താഴേക്കിടയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ജീവനുള്ള ബിസിനസ് ആയിട്ട് മാറും. The amazing power of relationship. ബിസിനസ്സിൽ റിലേഷൻഷിപ്പ് ഉള്ള ബിസിനസ് ആണ് RCM പറയുന്നത്. അതിലെ ഏതൊക്കെ ബിസിനസ് റിലേഷൻഷിപ്പ് വേണം? അപ്ലൈനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, ഡൗൺലൈനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, ക്രോസ് ലൈനുമായിട്ട് അതാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ആ ക്രോസ് ലൈൻ ബന്ധങ്ങളാണ് നിങ്ങളുടെ ബിസിനസിനെ അതർ സ്ഥലങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ലീഡർ ആയിട്ടും കാര്യമില്ല, ക്രോസ് ലൈനുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യില്ല. ഇനി അപ്ലൈൻ ലീഡർ എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുമോ? കോഴിക്കോട് ബിസിനസ് തുടങ്ങിയ 2005 മുതൽ ഒരുപാട് കാലം ഞാൻ എന്നും സുനിസാറിന്റെ കടയിലെത്തും. എല്ലാ ദിവസവും വൈകുന്നേരം സുനിസാറിന്റെ കൂടെ ഉണ്ട്. സുരേഷ് സാർ അറിയാം, രാജേന്ദ്ര സാറിന് അറിയാം, JP സാർ അറിയാം. ഞങ്ങളുടെ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ സുനിസാറിനെ കാണുന്നത് എങ്ങനെയാണ്? ചിലപ്പോ 2 വർഷം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോ 6 മാസം കൂടുമ്പോഴായിരിക്കും. എന്നെ ഒരു കോണി ചെയ്യുന്നത് ചിലപ്പോ 3 മാസത്തിൽ ഒരിക്കലായിരിക്കും. അന്ന് എല്ലാ ദിവസവും കോണി ചെയ്യും, എല്ലാ ദിവസവും വിളിക്കും. ഇപ്പൊ വിളിക്കാതാവുമ്പോ ഞാൻ സുനിസാറിനെ കുറിച്ച് എന്ത് പറയും? അപ്ലൈ ചെയ്തത് ശരിയല്ല അല്ലെ? അയാൾ ഫുൾ ടൈം മീറ്റിംഗിന്റെ കൂടെയാണ്. ലീഡറെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? മീറ്റിംഗിനോട് എന്തായാലും പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ. അതെനിക്ക് നിങ്ങൾക്ക് ബ്ലഡ് കയറി പോയ സാധനമാണ്, പിന്നെ മാറ്റാൻ പറ്റില്ല, അതങ്ങനെ നിന്നോട്ടെ. പക്ഷേ അപ്ലൈനോട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ ബിസിനസ് പവർഫുൾ ആയിട്ട് പോകുള്ളൂ. ഒരിക്കൽ ഒരു ഗ്രാമത്തില് ഒരു കർഷകൻ
പൈസയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു. സ്കൂൾ തുറക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഒരുപാട് പൈസയ്ക്ക് ആവശ്യം. ഇങ്ങനെ ഇയാൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒരു 3000 രൂപ കിട്ടിയാൽ മാത്രമേ ഒന്ന് എഴുതിയെടുക്കാമോ. അദ്ദേഹത്തിന്റെ ആ ദിവസം പിറ്റേ ദിവസം കടന്നു പോകും. അങ്ങനെ ഇദ്ദേഹം പല ആളുകളോട് കടം ചോദിച്ചു. ഇയാൾ കാലയിൽ പൈസ കൊടുക്കില്ല. കാരണം എന്താ? വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കില്ല. ഇല്ലാത്തതുകൊണ്ടാണ്. കൊണ്ടേ കൊടുക്കല്ലോ. ഇല്ലാതെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും ഇയാളോട് പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇയാൾ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ അത്യാവശ്യം പൈസ ഉള്ളതാണ്. അയാളെടുത്ത് പോയി ചോദിക്കാൻ അയാളെടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ അന്നേരം തന്നെ പറഞ്ഞു എനിക്ക് തിരിച്ചാൽ കൊടുത്താൽ കിട്ടില്ല. അത് അയാൾ പറഞ്ഞു നീ ദൈവവിശ്വാസിയാണല്ലോ, നീ ഒരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ രാവിലെ വൈകുന്നേരം പോകുന്നുണ്ടല്ലോ, നീ ദൈവത്തോടൊന്ന് കടം ചോദിക്കാൻ കാര്യം പിടിക്കാൻ കളിയാക്കിയാണ്. തിരിച്ച് വീട്ടിലെത്തി രാത്രി 12 മണിയായി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഉറക്കം വരുന്നതേ ഇല്ല. പെട്ടെന്ന് ഇയാൾക്ക് ഈ മറ്റേ ആൾ പറഞ്ഞ കാര്യം ഓർമ്മ. എന്താ? ദൈവത്തോട് കടം ചോദിക്കുക. വെറുതെ അതിൽ എഴുതാൻ തുടങ്ങി. പ്രശ്നങ്ങളെല്ലാം എഴുതി. അവസാനം ഫ്രം അഡ്രസ് എഴുതിയതിനു ശേഷം കവർ ഒട്ടിച്ചു. 2 എഴുതാൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ അഡ്രസ് അറിയില്ല. കുറെ നേരം ആലോചിച്ചിട്ട് ദൈവം ദേവലോകം എന്ന് എഴുതി വെച്ചു. എന്താ എഴുതിയത്? ദൈവം ദേവലോകം. കോട്ടയത്ത് ദേവലോകം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കേട്ടോ. ദൈവം ദേവലോകം എന്ന് എഴുതി വെച്ചു. പിറ്റേ ദിവസം ഇയാൾ കൊണ്ടുപോയി ലെറ്റ് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ്മാൻ വന്ന് ഇത് സീനടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ സീനടിക്കുന്നു നോക്ക്, ദൈവം ദേവലോകം. അയാൾ ഞെട്ടിപ്പോയി. 35 വർഷമായിട്ട് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന അയാൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അഡ്രസ് കിട്ടിയിട്ടില്ല. അയാൾ വിചാരിച്ച് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് വായിക്കാം. അങ്ങനെ അയാൾ പൊട്ടിച്ച് വായിച്ചു തുടങ്ങിയപ്പോ പോസ്റ്റ് ഓഫീസിലുള്ള 2-3 സ്റ്റാഫ് എല്ലാവരും കൂടി ഇത് വായിച്ചു. പോസ്റ്റ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഇതിലേക്ക് വീഴാൻ തുടങ്ങി. അവസാനം ഇവർക്ക് സങ്കടം കൊണ്ട് ഇവരെന്ത് ചെയ്തു? അവരൊരു തീരുമാനം എടുത്തു, നമുക്ക് കുറച്ച് പൈസ പിരിച്ചിട്ട് ആർക്ക് കൊടുക്കാം? ഇയാൾക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി പിരിവെടുത്ത് ഒരു 2200 രൂപ കിട്ടി. ഇവരെന്ത് ചെയ്തു? അപ്പം തന്നെ മണിയോട് ഫോം എടുത്തിട്ട് അതിനെടുത്ത് പോസ്റ്റ്മാൻ അപ്പം തന്നെ ഇയാളെ വീട്ടിലേക്ക് പോയി. മണിയോട് പോയി. അവിടെ ചെന്ന് അയാൾ വീട്ടിൽ പോയി. എടാ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ, ദൈവം ഇഷ്ടപ്പെട്ടതായിരിക്കും വിചാരിച്ചില്ല പൈസ. ആ എന്തായാലും കിട്ടിയതല്ലേ. ആള് പരിപാടി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി. പൈസ തീർന്നപ്പോ പുള്ളിക്ക് വീണ്ടും ഓർക്കും ആരെ വൈകുന്നേരമായി. എന്തായാലും പൈസ അയച്ചതെന്നല്ലേ, മറുപടി അയച്ചേക്കാം. നേരെ ഇല്ലെന്നിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങ് ഇതൊക്കെ അയച്ചു തന്നതിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അങ്ങ് സത്യസന്ധനാണ്. ചോദിച്ചാൽ എന്തും തരുമെന്ന് എനിക്ക് മനസ്സിലായി. അത് ഫാസ്റ്റ് ആയിട്ട് തരുമെന്ന് എനിക്ക് മനസ്സിലായി. സ്പീഡ് പോസ്റ്റിൽ തരുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് എന്തായാലും 3000 രൂപ തന്നെ അയച്ചിട്ടുണ്ടാവും. ഈ പോസ്റ്റ് ഓഫീസിലുള്ളവന്മാർ ഇത് അടിച്ചു മാറ്റിയിട്ട് 800 എടുത്തിട്ട് ബാക്കി 1000 രൂപ എനിക്ക് തന്നിട്ടുണ്ടാവുക. പിറ്റേ ദിവസം ഈ ലെറ്റർ ആർക്ക് കിട്ടി? ഇതേപോലെയാണ് ചില ഡൗൺലൈൻ ലീഡർമാര് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെസ്സേജുകൾ. ഇതാണ് സംഭവിച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അപ്ലൈൻ ലീഡറും ഡൗൺലൈൻ ലീഡേഴ്സും തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ റെഡിയാക്കി എടുക്കണം. അപ്ലൈൻസ് ഡൗൺലൈനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ക്രോസ് ലൈനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. ക്രോസ് ലൈനായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് നടക്കും? പത്തനംതിട്ട എന്റെ ഷോപ്പിൽ വരുമ്പോ ആരാണല്ലേ പുള്ളി ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ? നിങ്ങൾ അവരെ ഉള്ളിലേക്ക് പോയി ജോലി ചെയ്തിട്ട് എന്തെങ്കിലും നടക്കൂ? നിങ്ങൾ വൈഫിന്റെ പേര് ഇവിടെ ആരും അറിയണ്ട വെച്ചു അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും. അപ്പൊ സുചാരനെ വിളിക്കും. സുചാര എന്നെ വിളിക്കും. ഞാൻ പറയും സാറേ ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികത പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ, ഞാൻ അറിഞ്ഞില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ എവിടെ വേണം? ക്രോസ് ലൈനുമായിട്ട് വേണം. അമേരിക്കയിൽ നെബ്രാസ്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല കോൺ കർഷകരുള്ള കോൺ വിളയിക്കുന്ന സ്ഥലമാണ് നെബ്രാസ്ക. അവിടെ നമ്മുടെ കേരളത്തിലൊക്കെ കർഷകശ്രീ അവാർഡ് ഇല്ലേ, അതേപോലെ ഒരു അവാർഡ് അവിടെ 3 വർഷമായിട്ട് ഒരു കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പത്രമാധ്യമങ്ങൾ ആളുകളെല്ലാം ചെന്നു ചോദിച്ചു, ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 15 വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും നല്ല ഇനം വിത്താണ് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, എന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള കൃഷിസ്ഥലങ്ങളിലെ കൃഷിക്കാർക്ക് ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ഞെട്ടിപ്പോയി. 15 വർഷം എഫേർട്ട് ഇട്ട് ഇയാൾ ഉണ്ടാക്കിയെടുത്ത സാധനം ആർക്ക് കൊടുക്കുക? മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു.
ഇത് ചെടിയായിട്ട് പൂവായി കഴിയുമ്പോൾ പരപരാഗണം നടക്കും. ഇത് കാറ്റിലൂടെയാണ് നടക്കുന്നത്. അപ്പുറത്തെ സ്ഥലത്ത് മോശം വിത്തുകളാണെങ്കിൽ പരാഗണം അവിടെ നിന്ന് നടക്കും. മോശം വിത്തുകളുടെ പരാഗണം ഇവിടെ നടക്കും. അങ്ങനെ നടന്നാൽ എന്റെ കൃഷി എന്ത് ചെയ്യും? മോശമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ടീമിൽ നല്ല ബിസിനസ് ഉണ്ടാവും, അപ്പുറത്തെ മോശം ബിസിനസ് ആണ് എന്ത് സംഭവിക്കും? ഇത് കാറ്റിലൂടെ അല്ല നടക്കുന്നത്, വായിലൂടെ പറക്കും. വായിലൂടെ പറക്കും, ബിസിനസ് മോശമാകും. നല്ല ബിസിനസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എല്ലാ സ്ഥലങ്ങളിലും നല്ല ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസിലേക്ക് പോകാൻ പറ്റും. പോസിബിലിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ? RCM ബിസിനസ്സിൽ സ്റ്റാർ ഡയമണ്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. RCM ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആരാകാം? സ്റ്റാർ ഡയമണ്ട് ആവാം. പക്ഷേ അങ്ങനെയാണ് ആണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റിയെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. പോസിബിലിറ്റിയിൽ നിന്നും റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അവിടെ ആ റിയാലിറ്റി സക്സസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോട്ട് 100% കോട്ടൺ. ഇതൊരു കോട്ട് ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഇതൊരു ക്ലോത്ത് ആയിരുന്നു. ഇതൊരു ക്ലോത്ത് ആകുന്നതിന് മുമ്പ് ഇതൊരു നൂലായിരുന്നു. ഇതൊരു നൂലാകുന്നതിന് മുമ്പ് ഇതൊരു പരുത്തി, പഞ്ഞിയായിരുന്നു അല്ലെ? പരുത്തിയായിരുന്നു, പഞ്ഞിയായിരുന്നു. ഇതൊരു പഞ്ഞിയാകുന്നതിന് മുമ്പ് ഇതൊരു കോട്ടൺ സീഡായിരുന്നു. ഇതൊരു സീഡാകുന്നതിന് മുമ്പ് ഇതൊരു മുകുളമായിരുന്നു. ഇതൊരു മുകുളമാകുന്നതിന് മുമ്പ് ഒരു പോസിബിലിറ്റി മാത്രമായിരുന്നു. ആ പോസിബിലിറ്റിയിൽ നിന്നും ഇതൊരു കോട്ടായി മാറിയതുപോലെ RCM ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പോസിബിലിറ്റിയിൽ നിന്നും സ്റ്റാർ ഡയമണ്ടിലേക്ക് മാറാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിലുണ്ടാവണം, ആ പ്രോസസ്സിലുണ്ടാവണം. ആ പ്രോസസ്സിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയായിട്ട് മാറാൻ പറ്റും. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നു? എന്നാലോചിച്ച് നോക്കിയേ. ട്രഡീഷണൽ ബിസിനസ് മുഴുവൻ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ബിസിനസ് മുഴുവൻ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എടുത്തു നോക്കുക, ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ ഷട്ടറുകൾ താഴ്ന്നു കിടക്കുന്ന കാണാൻ പറ്റും. ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിൽ 3 കടകൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാം, എല്ലാം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ പൂട്ടാത്തത്? പൂട്ടിയാൽ നാളെ എടുത്തവർ കടം ചോദിച്ചാൽ കിട്ടില്ല. കടയുണ്ടെങ്കിൽ അവൻ കടം തരും. ഇത് തന്നെയാണ് മെയിൻ റീസൺ ലോസ്. ക്ലിയർ? അപ്പോ RCM എന്തുകൊണ്ട് ചെയ്യണം? ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എത്ര കോടിക്കണക്കിന് ബിസിനസ് ചെയ്യാം. ഞാൻ പോലും എനിക്ക് 2 കോടിയിലധികം ബിസിനസ് വോളിയം ഞാൻ ചെയ്യുന്നുണ്ട്. 2 കോടിയിലധികം പർച്ചേസ് വോളിയം. ഒരു പൈസ പോലും മുടക്കാതെ ഒരു പെട്ടിക്കടയിൽ ഇടണമെങ്കിൽ നമുക്ക് എത്ര ലക്ഷം മുടക്കേണ്ടി വരും? മിനിമം 50,000 മുടക്കേണ്ടി വരും. അവിടെയാണ് ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യാം. 2 റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. നിങ്ങൾ പല ആളുകളും ഇന്ന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ പരിചയമുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ട്രിവാൻഡ്രത്ത് പോയിട്ട് രാജേട്ടന്റെ കാര്യത്തിൽ മൊബൈൽ പേഴ്സ് നഷ്ടപ്പെട്ടു. ഒരു 10 മിനിറ്റിനുള്ളിൽ രാജേട്ടനെ സഹായിക്കാൻ ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ അവിടെ ഉണ്ടാവും. RCM വന്നില്ലായിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് റിലേഷൻഷിപ്പിന്റെ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ കോഴിക്കോട് വന്നു. 3 ആളുകൾ എന്നെ പല പ്രാവശ്യം നിർബന്ധിച്ചു അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ പോകാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നല്ല. വന്നപ്പോ ഇന്നലെ ലേറ്റ് ആയി. ആ സമയത്ത് പിന്നെ പോയാൽ പ്രശ്നമാണ്. നാളെ രാവിലെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകണമെങ്കിലും ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ പോയത്, വേറെ ഒന്നും കൊണ്ടല്ല. നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് RCM ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 ഫൈനാൻഷ്യൽ ഫ്രീഡം ഈ ബിസിനസ്സിൽ കിട്ടും. നമുക്കറിയാം, ഈ ബിസിനസ്സിൽ പ്ലാൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള അവസരമാണ് RCM. നമുക്കറിയാം, അൺലിമിറ്റഡ് ഇൻകം കിട്ടും. ഇതൊരു ലിമിറ്റേഷൻ ഇല്ല. എടുത്തു നോക്കിയാൽ നിങ്ങള് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അമേരിക്കയിലുള്ള രാജ്യങ്ങൾ 1949 മുതൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ സെക്കൻഡ് ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കൊന്നും ആയിരിക്കില്ല മേജർ ഇൻകം വരാൻ പോകുന്നത്. നമ്മളുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും ആയിരിക്കും RCM ബിസിനസ്സിലൂടെ മേജർ ഇൻകം വരാൻ പോകുന്നത്. 5ാമത്തെ പോയിന്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതിന് വേറെ എവിടെയും പോകണ്ട, എന്നെ നോക്കിയാൽ മതി. സാധാരണ ഒരു വെൽഡിംഗ് ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ എനിക്ക് ഇന്ന് കോട്ടും സൂട്ടും ഇട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ മൈക്ക് പിടിച്ച് ഈ സാധനത്തിന്റെ പേര് പോലും അറിയാതെ ഇവിടെ നിൽക്കുമ്പോ ആളുകളെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ് RCM പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. 6ാമത്തെ പോയിന്റ് ടീം വർക്ക്.
നിങ്ങൾ വേറെ എന്ത് ജോലിയോ ബിസിനസ്സോ ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. RCM ബിസിനസ്സിൽ ഒരു കൂട്ടം ആളുകളാണ് നിങ്ങളോടൊപ്പം ഈ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞത് ലീഡർ. നിങ്ങൾ ഒരു ലീഡറായിട്ട് മാറാൻ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ എത്തും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് എത്തും. അതാണ് നിങ്ങൾ ആരാധിക്കും ലീഡർമാരെ. നിങ്ങളെ ആളുകൾ നിങ്ങൾ വരുന്ന കാത്തിരിക്കും. അത്തരത്തിലൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ പറ്റും. പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ് പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ സ്റ്റാർ നാരായണൻ സാർ തന്നെയാണ്. നാരായണൻ സാറിനെ എനിക്ക് പരിചയമുള്ളത് ഒരു സെക്യൂരിറ്റി ജോലിക്കാരനായിട്ടായിരുന്നു. പക്ഷേ നാരായണൻ സാർ താഴെ, നാരായണൻ സാറ് എത്ര വർഷം പഠിച്ചു സാറേ? പഠിത്തം എത്ര വർഷം? 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സാണ്. പക്ഷേ 10ാം ക്ലാസ്സിനകത്ത് താഴെ വന്ന് ഈ ബിസിനസ് ചെയ്യുന്ന വിനോദ് സാർ എത്ര വർഷം പഠിച്ചു സാറേ? ഡിഗ്രി. വേണു സാറോ? ഇവരെല്ലാം പഠിച്ചത് മുഴുവൻ ആർക്കാ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്? 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി മൊത്തം ഉപയോഗിക്കുകയാണ് അല്ലെ? ഇത്രയും മനോഹരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചാൽ പറ്റുമോ? കഴിവുകൾ ഉള്ള ആളുകളെ നമ്മൾ കൂടെ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുകയാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ന്യൂ എക്സ്പീരിയൻസ്, പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ ഭാഷകൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ. ഇന്ത്യയിലെ 22 സ്റ്റേറ്റിൽ ആസിഫിനോട് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. 22 സ്റ്റേറ്റിൽ യാത്ര ചെയ്യുന്ന ഭാഷ അറിയുന്നതല്ല. അവരെന്തൊക്കെയോ പറയും, നമ്മൾ എന്തൊക്കെയോ കേൾക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കും, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എത്ര പരിചയക്കാർ വഴി, എത്ര അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ യാത്രകൾ കടന്നു പോകുന്നത്. എന്നെയും വൈഫിനെയും ന്യൂട്രിചാർജ് കമ്പനി തായ്ലൻഡിലേക്ക് കൊണ്ടുപോയി. RCMൽ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തായ്ലൻഡിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ മാരിയറ്റ് ഹോട്ടലിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുകളൊന്നായ മാരിയറ്റ് ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാനുള്ള അവസരം RCMൽ വന്നില്ലായിരുന്നെങ്കിൽ ചെയ്യുമോ? പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ എക്സ്പീരിയൻസുകളും നമുക്ക് ഇതിലൂടെ കിട്ടും. Make a dream come true. പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള ചങ്കൂറ്റം നമ്മുടെ കയ്യിലിരിക്കുന്ന RCM എന്ന് പറയുന്ന പ്രസ്ഥാനമുള്ളതാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ഫീൽഡ് എന്തുമായിക്കോട്ടെ, അവിടെ ഒന്നും നമുക്ക് ആ ഒരു ചങ്കൂറ്റം, സ്വപ്നം കാണാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് സ്വപ്നം കാണാനും അതിനെ സഫലീകരിക്കാനും പറ്റുന്ന അവസരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മണി ഈസ് പവർ. അതൊരു ഭയങ്കര സംഭവമാണ്. പണം, മണി ഈസ് ഹണി എന്നാ പറയുന്നത്. പണം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അല്ലേ? പണം ഉണ്ടെങ്കിൽ ഒരു പവർ വരാനുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണം, നിങ്ങളുടെ കയ്യിൽ 500 രൂപ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് പോയി വരാൻ ചിലപ്പോൾ ഒരു പക്ഷെ 500 രൂപ നിങ്ങൾ പോയി വന്നേക്കാം. പക്ഷെ 5000 രൂപ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പവർ മാറിയോ യാത്ര ചെയ്യുമ്പോൾ? ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയണം. പണം ഒരു പവർ തന്നെയാണ്. അത് ഇഷ്ടം പോലെ കിട്ടാനുള്ള അവസരം ഈ ബിസിനസ്സിനകത്തുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. Why failure is important in our life? ഫെയിലിയർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു? ഫെയിലിയർ ഇല്ലാതെ ഒരു സക്സസും ലോകത്തുണ്ടായിട്ടില്ല. ഉണ്ടോ? സുയിസാർ ഈ ബിസിനസ്സിൽ വന്നിട്ട് തോൽക്കാതെയാണോ രൂപയായത്? തോൽവി ഒരു ദിവസം നമ്മളുടെ മുമ്പിൽ തോക്കില്ലേ? അതുവരെ നമ്മൾ വേണ്ടി നമുക്ക് പറ്റണം. അപ്പോഴാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ മലന്ന് കിടന്നു, അവിടെ നിന്ന് തിരിയാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഫെയിലിയർ ആയി കാണും അല്ലെ? എന്നിട്ടല്ലേ ഒന്ന് ചെരിഞ്ഞിടുന്നത്. ചെരിഞ്ഞിടത്തൊന്ന് കമഴ്ന്ന് വിടാൻ വേണ്ടി എത്ര പ്രാവശ്യം ഫെയിലിയർ ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് കമന്ന് വീഴത്ത് നിന്ന് വീണ്ടും എണീക്കാൻ ശ്രമം നടത്തി എത്രയോ പ്രാവശ്യം ഫെയിലിയർ ആയി അല്ലെ? അവിടെ നിന്ന് പതിയെ വന്നു, കൈകുത്തി നിന്നു, അവിടെ നിന്ന് മുട്ടിൽ നിന്നതിന് ശേഷം ഒന്ന് എണീറ്റ് നിന്നു. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോ വീണോ? ഫെയിലിയർ ആയില്ലേ അല്ലെ? ആ വീഴ്ചകളിൽ നിന്നാണ് അയാൾ നടക്കാൻ പഠിച്ചത്. അങ്ങനെ തോൽവിയില്ലാതെ ലോകത്ത് ഒരു വിജയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുണ്ടാവും? ഫെയിലിയർ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. സക്സസ് ഉണ്ടാവണമെങ്കിൽ ഫെയിലിയർ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നാണ് പറയുന്നത്. ഓരോ ഫെയിലിയറുകളും സക്സസിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണുകളായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെ നിങ്ങൾ എന്നിട്ടും എന്തുകൊണ്ട് ഫെയിലിയർ ആകുന്നു? ഈ കാരണങ്ങളാണ് ഫെയിലിയർ ആകാനുള്ള കാരണം. നോ സ്പെസിഫിക് ഗോൾ. വ്യക്തമായിട്ടുള്ളൊരു ഗോളില്ല. നമ്മള് നേരത്തെ വേർ ഈസ് മൈ ബ്രെയിൻ കണ്ടു. അതിനകത്തുള്ള പോലെയുള്ള ഒരു
സംഭവം നമ്മളെടുത്തില്ല, നമ്മളെ ബ്രെയിനകത്ത് അങ്ങനെ വഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമുക്ക് എവിടെയും എത്താൻ സാധിക്കുന്നില്ല. സെക്കൻഡ് പോയിന്റ്, ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കില്ല്. നമ്മുടെ കയ്യില് നോളജും ഇല്ല, സ്കില്ലും ഇല്ല, പിന്നെ എങ്ങനെ സക്സസ് ആവും? നോളജും സ്കില്ലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് വരും നമ്മുടെ കയ്യിലേക്ക്. അടുത്ത പോയിന്റ് പറയുന്നത് നോട്ട് വെൽ ട്രെയിൻഡ്. നമ്മൾ ട്രെയിൻഡ് അല്ല, പ്ലാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല. ഒരാളെ മുമ്പിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ പറയാൻ പറ്റുന്നില്ല. അടുത്തത് കണ്ടീഷൻ മൈൻഡ് ആണ്. നമ്മൾ ജനിച്ച മുതൽ നമുക്കൊരു കണ്ടീഷൻ മൈൻഡ് ഉണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റൂല, അച്ഛസാറൊക്കെ ഭയങ്കര സംഭവമാണ്, അയാൾക്ക് കയറി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞാനിപ്പോ എങ്ങനെയാ ചെയ്യാം? അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മളെ പ്രശ്നം. ചില ആൾക്ക് കട്ടി വീശില്ല. ഷിജു സാർ നല്ല കട്ടി വീശില്ല, അയാൾ കാണാൻ മാത്രമുണ്ട്. നമ്മുടെ പ്രശ്നം കട്ടി വീശില്ല. ലോകത്തെ കറുപ്പിച്ച ഹിറ്റ്ലർ ഒരു വരയുണ്ടായിട്ടുള്ള അയാൾക്ക് ലോകത്തെ കറുപ്പിച്ചു. കട്ടി വീശ ഉണ്ടായിട്ടാണോ? അല്ല. മറഡോണ ലോകത്തിലെ ഏറ്റവും ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ടായിട്ടാണോ? ചില ആൾക്ക് ഹൈറ്റ് ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഹൈറ്റ് ഉണ്ടായിട്ടാണോ ലോകത്തിന്റെ തിരകിലെത്തിയത്? അല്ല. മഹാത്മാജി മുടിയിട്ട് കറുപ്പിച്ചിട്ടാണോ ബ്രിട്ടീഷുകാരെ ഓടിച്ചത്? ഒറ്റ മുടിയില്ല പാവത്തിലവര്, അല്ലേ? ഇതൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളെ കണ്ടീഷൻ മൈൻഡാണ് അതിന്റെ പ്രശ്നം. അതിനെ നമുക്ക് മാറ്റണം. ലാസ്റ്റ് പോയിന്റ്, സെലക്ട് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇന്നലെ ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു സെലക്ട് ഓപ്പർച്യൂണിറ്റി. സെലക്ട് ചെയ്തപ്പോ സെലക്ട് പേര് മറന്നു. സെലക്ട് ഞാൻ എന്റെ ഹോട്ടലിന്റെ പേര് സെലക്ട് കോഴിക്കോട് സെലക്ട് എന്നാണ് അതിന്റെ പേര്. സെലക്ട് റീജൻസി. സെലക്ട്. എനിക്ക് പൈസ കുറവാണ്, നല്ല ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തു, അല്ലേ? ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തില്ലേ? പെണ്ണ് കാണാൻ പോയപ്പോൾ സെലക്ട് ചെയ്തില്ലേ? എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യും. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ സെലക്ട് ചെയ്തില്ലേ? അല്ലേ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ലേ? ആശയം നമ്മൾ സെലക്ട് ചെയ്തത്, അല്ലേ? ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല പ്ലാനാണ് നമുക്ക് മനസ്സിലായപ്പോഴാണ് ആശയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കും, അല്ലേ? ഈ പോയിന്റുകൾ മാത്രം മതി നിങ്ങൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സക്സസ് ഈസ് എ നോട്ട് ആൻ ആക്സിഡന്റ്. സക്സസ് ഒരിക്കലും ആക്സിഡന്റിൽ സംഭവിക്കുന്ന ഒന്നല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സക്സസ് എന്ന് പറയുന്നത് അനവധി പ്രശ്നങ്ങളിലൂടെ അനവധി സ്ട്രഗിൾ ചെയ്തിട്ട് കടന്നുപോയി അതിന്റെ അർഹതപ്പെട്ട അംഗീകാരമാണ് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. കോഴിക്കോടിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഈ കഴിഞ്ഞ ഡയറക്ഷൻ ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിൽ നമുക്ക് സ്ഥാനം നേടുന്ന കോഴിക്കോട്ടുകാരി ഷൈമ മേഡം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ നൽകിയെടുത്തു, അല്ലേ? ആ ഒരു അവാർഡിലൂടെ. അപ്പൊ നമ്മൾ അറിയേണ്ടത് അർഹതപ്പെട്ട അംഗീകാരമാണ് നമുക്ക് സക്സസിലൂടെ കിട്ടുന്നത്. സക്സസ് പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകും, സൊല്യൂഷനിലൂടെ സക്സസിലേക്ക് എത്തും. അങ്ങനെ സക്സസിലേക്ക് എത്തുമ്പോൾ പല ആളുകളും പറയും അവളെ കണ്ടുപിടിച്ച് പടി, അവനെ കണ്ടുപിടി എന്ന് പറയും. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ഓടക്കുഴലിനോട് രാധ പോയി പറയുന്ന സങ്കടത്തിന്റെ ഒരു കഥയുണ്ട്. ആ കഥ എങ്ങനെയാണ്? രാധ പോയി ഓടക്കുഴലിനോട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തി നീയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ചുണ്ടുകളിൽ വിരിക്കാൻ ഭാഗ്യം ചെയ്ത നീ അടുത്ത ജന്മത്തിൽ എനിക്ക് നീയായി പിറന്നാ മതിയായിരുന്നു. ആരാ പറഞ്ഞേ? രാധ പറയുകയാണ്. അപ്പോ ഓടക്കുഴല് തിരിച്ച് രാധയോട് ഒരു സങ്കടത്തിന്റെ കഥ പറഞ്ഞു. ഞാൻ ഇന്ന് കാണുന്ന ഓടക്കുഴലായി മാറിയതിന് പുറകിൽ ഒരു വേദനയുടെ കഥയുണ്ട്, ഒരു സങ്കടത്തിന്റെ കഥയുണ്ട്. കഥ ചോദിച്ചാൽ എന്താണ്? ഓടക്കുഴൽ പറഞ്ഞു, ഞാൻ കാട്ടിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെ കൂടെ കൂട്ടുകാരോടൊപ്പം കളിച്ച് രസിച്ച് വെള്ളവും വലിച്ച് വെയിലും കൊണ്ട് നിന്നിരുന്ന സമയത്ത് ഒരാള് വന്ന് എന്നെ വെട്ടിയെടുത്തു. എന്റെ കൈകാലുകൾ ഛേദിച്ച് ഈ കാണുന്ന നീളത്തിലാക്കി. അതും പോരാന് കത്തി ജ്വലിക്കുന്ന തീക്കനലിലേക്കിട്ട് എന്നെ നീറ്റിയെടുത്തു. അതും പോരാന് എന്റെ ഈ പിഞ്ചിളം ദേഹത്ത് കൂത്ത ചൂടുള്ള കമ്പി വടി കൊണ്ട് 7 പൊള്ളലുകൾ ഏൽപ്പിച്ചു. ഈ സമയത്തെല്ലാം ആരും സഹായിക്കാനില്ലാതെ വേദന കൊണ്ട് ഞാൻ പുളഞ്ഞ് പൊട്ടിപ്പോയിരുന്നെങ്കിൽ ആരും അറിയാത്ത ഒരു പാഴ്മുളം തണ്ടായി ഞാൻ കാട്ടിൽ കിടന്നേനെ. കാട്ടിലെ പാഴ്മുളം തണ്ടിനെ പാട്ടിന്റെ പാലാഴിയിൽ നിൽക്കുന്ന ഓടക്കുഴലാക്കി മാറ്റിയതിന് പുറകിൽ ഒരു വേദനയുടെ കഥയുണ്ട്, ഒരു സങ്കടത്തിന്റെ കഥയുണ്ട്. ഓരോ സക്സസിനും പുറകിൽ ഒരു വേദനയുടെ കഥയുണ്ടാവും. ഇന്ന് കാണുന്ന സ്റ്റാർ മൂവി
ഇന്ന് കാണുന്ന ഷാറൂഖ് ആയിരുന്നല്ലോ. അവിടെ ഒരു വേദനയുടെയും ബുദ്ധിമുട്ടിന്റെയും കഥകൾ കൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് ഈ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ പുറകോട്ട് വലിക്കാൻ അനവധി ആളുകൾ ഉണ്ടാവും. നിങ്ങളെ കൂട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരെല്ലാം നിങ്ങളെ പുറകോട്ട് വലിക്കുമ്പോൾ, ആർസിയം ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് 1%, 99% ആളുകൾ നിങ്ങളെ പുറകോട്ട് വലിക്കുമ്പോൾ 1%ത്തിന് ആ 99%-നേക്കാൾ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് എത്തുകയും നിങ്ങൾ അവിടെ സക്സസ് ആകുകയും ചെയ്യുമ്പോൾ, ആ സക്സസിൽ എത്തുമ്പോൾ ആളുകൾ നിങ്ങളോട് പറയും, അവനെ കണ്ടുപിടി, അവളെ കണ്ടുപിടി എന്ന് പറയും. ലാസ്റ്റ് ഒരു സ്ലൈഡോടുകൂടി എന്റെ ഈ പ്രസന്റേഷൻ തീരും. ഈ സെക്ഷനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ലൈഡ് ലാസ്റ്റ് സ്ലൈഡായിരിക്കും. അതിലെനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. അതിനു മുമ്പ് എന്നെ ഈ കലോത്സവ വേദിയിലേക്ക് ഈ ഒരു സെക്ഷന് വേണ്ടി എന്നെ വിളിച്ച എല്ലാ ഇതിന്റെ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ ലാസ്റ്റ് സ്ലൈഡ്. താങ്ക് യു.